വാട്സപ്പിൽ ഫോട്ടോസ് വീഡിയോസ് ചാറ്റ് തുറക്കാതെ ഫോട്ടോസ് വീഡിയോസ് എവിടെ നിന്നാണ് ഏത് ചാറ്റിൽ നിന്നാണ് വന്നതെന്ന് കണ്ടെത്താം. അതായത് നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾക്ക് പല ഗ്രൂപ്പിൽ നിന്നായാലും പല പേഴ്സണൽ ചാറ്റിൽ നിന്നായാലും നമുക്ക് ഡെയിലി ഓരോ ഫോട്ടോസുകളും അല്ലെങ്കിൽ വീഡിയോസുകളും വരുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത്, അതായത് ഒരു ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ വെച്ചിട്ട് അത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത് അല്ലെങ്കിൽ ഏത് ചാറ്റിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് നമുക്ക് അത് ഏത് ഗ്രൂപ്പിലാണെന്ന് ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത് അല്ലെങ്കിൽ ഏത് പേഴ്സണൽ ചാറ്റിൽ നിന്നാണ് വന്നതെന്ന് നമുക്കറിയില്ല. എന്നാലും നമുക്ക് അത് ആ ഫോട്ടോ ആയാലും വീഡിയോ ആയാലും വാട്സപ്പിൽ നിന്ന് തന്നെ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഏത് ചാറ്റിൽ നിന്നാണ് ആ ഫോട്ടോ അല്ലെങ്കിൽ ആ വീഡിയോ വാട്സപ്പിൽ ആരാണ് സെൻഡ് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ട് ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ നിന്ന് ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കൂടാതെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും കാര്യമാണ് വരുന്നത്. ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ഫോട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോട്ടോ വീഡിയോ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് വാട്സപ്പിൽ നിന്ന് കണ്ടുപിടിക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ വാട്സപ്പ് അപ്ഡേറ്റ് ആണോ എന്ന് പരിശോധിക്കുക. ചിലപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഫോട്ടോസാണ് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നിരവധി ഫോട്ടോസുകൾ നമ്മൾ വാട്സപ്പിൽ വന്ന നിരവധി ഫോട്ടോസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഫോട്ടോസുകൾ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത് എന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഫോട്ടോ ആണ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഫോട്ടോ വന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. ശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നിങ്ങൾക്ക് ഷോ ഇൻ ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. കീപ്പ് ഷെയർ ഷോ ഇൻ ചാറ്റ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത്, ഏത് ദിവസമാണ് വന്നത് എന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു ഫോട്ടോ വെച്ചിട്ട് അത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത്, അത് ആരാണ് അത് അയച്ചത്, ഏത് സമയത്താണ് അയച്ചത് എല്ലാം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. വീണ്ടും സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ സെലക്ട് ചെയ്യാണ്. വീഡിയോയും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഏത് വീഡിയോ ആണോ ഏത് ഗ്രൂപ്പിൽ നിന്ന് വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഗ്രൂപ്പിൽ നിന്നാണ് ഏത് വീഡിയോ വന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്ന് അറിയില്ല. നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ആയിരിക്കും, പക്ഷേ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നതെന്ന് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കേണ്ട ഓപ്ഷൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് വീഡിയോസ് ഉള്ള ഭാഗം ജസ്റ്റ് ഒന്ന് എടുക്കുക. ശേഷം ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതുപോലെ ഏത് ഗ്രൂപ്പിൽ നിന്ന് വന്നത്, സമയം ഏതാണ് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. 3 ഡോട്ട്സ്. അപ്പോൾ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അതേ ഷോ ഇൻ ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ നിങ്ങൾക്ക് ആ വീഡിയോസ് അയച്ചത് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. സമയമടക്കം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ വ്യക്തിയുടെ ചാറ്റും എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഏത് വീഡിയോ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം 3 ഡോട്ട്സ് എടുക്കുക. ഷോ ഇൻ ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ആ വീഡിയോ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസ് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത് അതിൻ്റെ സമയം
സമയം എല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഏത് ഗ്രൂപ്പിൽ നിന്നാണ് വന്നത്, ഫോട്ടോയും വീഡിയോയും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും MK Joys എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം എൻ്റെ ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. രണ്ടും ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന ഓപ്ഷൻ അനേബിൾ ചെയ്യുക. ആളെന്ന ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടോപ്പ് 10 ടിപ്സ് വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്, ടാറ്റ.